കൃഷി വകുപ്പിന്റെ പ്രത്യേക ചന്തകൾ സംസ്ഥാനത്ത് ഉടനീളം തുടങ്ങിയിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 2000-ഓളം കർഷക ചന്തകളാണ് സംസ്ഥാനത്ത് ഒരുങ്ങിയിരിക്കുന്നത്. ചന്തകളുടെ ഉദ്ഘാടനം കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. ഓണക്കാലം വിഷരഹിത ഭക്ഷണക്കാലമാകണമെന്നും ആരോഗ്യ കേരളത്തിലേക്കുള്ള പുത്തൻ ചുവടുവയ്പാകണമെന്നും കൃഷിമന്ത്രി പറഞ്ഞു. കർഷകരിൽ നിന്നും നേരിട്ട് ഉപഭോക്താവിലേക്ക് എന്ന ലക്ഷ്യത്തോടെയാണ് ഓണസമൃദ്ധി 2025 എന്ന പേരിൽ കൃഷിവകുപ്പ് കർഷക ചന്തകൾ സംഘടിപ്പിക്കുന്നത്. കൃഷിഭവനുകൾ, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ, ഹോർട്ടികോർപ്പ് എന്നിവ കേന്ദ്രീകരിച്ച് സംസ്ഥാനത്തുടനീളം 2000-ഓളം കർഷക ചന്തകളാണ് ഒരുക്കിയിട്ടുള്ളത്. കേരളത്തിലെ കർഷകരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും കൃഷി വ്യാപിപ്പിക്കുന്നതിനും സർക്കാരും കൃഷിവകുപ്പും വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ഓണക്കാലം ആരോഗ്യ കേരളത്തിലേക്കുള്ള പുത്തൻ ചുവടുവെപ്പാണെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ പച്ചക്കറിയുടെ കച്ചവടം നടക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഇതൊരു നമ്മുടെ നാട്ടിലെ ആൾക്കാരെ കൂടുതലായി ചൂഷണം ചെയ്യുന്നതിനുള്ള സമയമായി മാറാൻ പാടില്ല. അപ്പൊ സാധാരണക്കാരനെ അമിതമായി ചൂഷണം ചെയ്യുന്ന കച്ചവടത്തിന്റെ കേന്ദ്രമായിട്ട് ഓണക്കാലം മാറരുത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കർഷക ചന്തകൾ ആവിഷ്കരിക്കാൻ തീരുമാനിച്ചത്. ഓണക്കാലത്ത് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ലാഭകരമായ രീതിയിൽ വിറ്റഴിക്കുവാനുള്ള അവസരമാണ് കർഷക ചന്തകളിലൂടെ ലക്ഷ്യമിടുന്നത്. ചടങ്ങിൽ വിവിധ പഴം, പച്ചക്കറി ഉൽപ്പന്നങ്ങൾ, ഭൗമസൂചിക ഉൽപ്പന്നങ്ങൾ, കേരള ഗ്രോ ഉൽപ്പന്നങ്ങൾ, പുഷ്പകൃഷി ഉൽപ്പന്നങ്ങൾ എന്നിവ ഏറ്റുവാങ്ങി. കർഷകരായ കെ അബ്ദുൾ റസാഖ്, കെ ഷാജി എന്നിവരെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.